നെയ്യ് നിങ്ങൾ കടയിൽ നിന്നാണോ വാങ്ങുന്നത്? ഞാൻ ദാ ഇതുപോലെ വീട്ടിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള നല്ല മണമുള്ള ഒരു അടിപൊളി നെയ്യ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മൾ വീട്ടിൽ പാലൊക്കെ എന്തായാലും വാങ്ങുന്ന ആളുകളല്ല. അപ്പം വീട്ടിൽ വാങ്ങുന്ന പാലിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നെയ്യ് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഈ നെയ്യിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കുട്ടികൾക്ക് ചോറിൻ്റെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് വെയിറ്റും വെക്കും. ഭയങ്കരമായിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലോ അതുപോലെ ബിരിയാണിയുടെ ഒക്കെ കൂട്ടത്തിലോ അതിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പം നമുക്ക് പഴം ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വെയിറ്റും വെക്കും. ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചോ. കടയിൽ നമുക്ക് നെയ്യ് വാങ്ങാണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പാല് വാങ്ങുമ്പം ഈ പാല് തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കത്തില്ലേ? അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഊറി വരുന്ന ബട്ടർ ഉണ്ടല്ലോ, ഈ ബട്ടർ നമ്മൾ കുറേശ്ശെ വീതം എടുത്ത് വെച്ച് ഒരു ചോറ്റുപാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബോക്സിലേക്കോ ആക്കി ഒന്നിലെ ഫ്രീസറിലേക്ക് വെക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ഫ്രീസറിലേക്ക് നിങ്ങൾ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറേശ്ശെ നമ്മളിപ്പോൾ 1 ലിറ്റർ പാലാണ് വാങ്ങുന്നതെങ്കിലും ആ പാല് നമുക്ക് ഒരു പാൽ വെച്ചുണ്ടാക്കി എടുക്കുന്ന ബട്ടർ നമുക്ക് ഏകദേശം ഒരു 6 മാസം ഇരുന്നാലും കേട് വരത്തില്ല. അപ്പം ഒരുപാട് വാങ്ങണ്ട, ഒരു കുറേശ്ശെ വീതം പാല് വാങ്ങുന്ന ആ അതിനകത്ത് നിന്ന് കുറച്ച് വീതം ബട്ടർ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. സൊസൈറ്റിയിൽ നിങ്ങൾ പാല് വാങ്ങുവാണെങ്കിൽ നല്ല നെയ്യുള്ള പാൽ കിട്ടും. അല്ലാണ്ട് നമ്മൾ കടയിൽ ഈ പാക്കറ്റ് പാലൊക്കെ വാങ്ങത്തില്ലേ, ആ പാക്കറ്റ് പാലിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പാല് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം, അപ്പോൾ ബട്ടർ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ ചോറ്റുപാത്രത്തിൽ എടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്ന് പറയുമ്പം കല്ല് പോലെ കട്ടയായിട്ടിരിക്കില്ലേ, തണുപ്പാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു ഒന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉരുക്കി എടുക്കാം. ആകുമ്പം ഒട്ടും തന്നെ കത്തി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഇഡാലത്തിൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അപ്പം അടി കത്തി പിടിക്കും. ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ കൂടിയുള്ള പാത്രത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എളുപ്പത്തിന് പറഞ്ഞു എന്നുള്ളൂ, ഒട്ടും തന്നെ ഇങ്ങനെ അടി കത്തി പിടിക്കാണ്ടേ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഇതിങ്ങനെയാണ് കേട്ടോ. നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ പാകമുണ്ട്, നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പം ഇതിങ്ങനെ തൈര് പിരിഞ്ഞ് വരുന്ന പോലെ വരും. ഇതുണ്ടല്ലോ ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പം ഒരു പകുതി ഭാഗത്ത് ഇങ്ങനെ എത്തി വരുമ്പോഴത്തേക്കും പത വരും കേട്ടോ. കുഴിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ഈ ബട്ടറും നമ്മൾ നെയ്യായിട്ട് വേർതിരിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ടേ, ഈ വെള്ളം ഇങ്ങനെ പൊട്ടി തെറിക്കില്ല അതുപോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു എടുക്കുമ്പോൾ കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഇതാണ്ട് ഇതിൻ്റെ പാകം. നമ്മൾ ആ ബട്ടറൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഉരുകി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്യും ബട്ടറുമായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വരും കേട്ടോ. ഇനി ഇതങ്ങോ തീ ഓഫ് ചെയ്യാൻ ബ്രൗൺ കളറിലായി കഴിയുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തോ, നല്ല പതയായിരിക്കും കേട്ടോ. ഈ പതയൊക്കെ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് പതയൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിപ്പയിലേക്ക് അരിച്ചെടുത്തൊഴിക്കാം. അരിപ്പയിൽ അരിച്ചെടുക്കുമ്പം നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കരുത് കേട്ടോ. അറിയില്ലാത്ത കുട്ടികളെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്ക് എടുത്ത് ഒഴിക്കും. അപ്പോൾ ഞാൻ പണ്ട് അങ്ങനെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് ഉരുകിപ്പോയി. അപ്പം അതിനുശേഷം ഞാനിപ്പോൾ ഇതിങ്ങനെ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ അരിപ്പുണ്ടല്ലോ അതിലേക്കാട്ട് അരിച്ചൊഴിക്കുന്നത്. പണ്ട് അറിയില്ലാണ്ട് ആദ്യമായിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടേ ആ നടുഭാഗത്ത് പ്ലാസ്റ്റിക് വന്നേക്കുന്ന ഭാഗത്തെ തുളയായിപ്പോയി. ശരിക്കും ഞാൻ തന്നെ പേടിച്ചു കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അരിക്കുമ്പം മറ്റേ അരിപ്പയിലേക്ക് തന്നെ അരിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെളിച്ചെണ്ണ നമുക്ക് ഈ നെയ്യിലേക്കും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെറിയൊരു കുപ്പിയിൽ വെളിച്ചെണ്ണ നെയ്യും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കത്തില്ലേ, വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് ഈ നെയ്യും വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ചോറിൽ ഒഴിച്ചു കൊടുക്കാൻ. വെയിറ്റ് വെക്കാൻ നല്ല, വെയിറ്റ് വെക്കാൻ മാത്രമല്ല നമുക്ക് സ്കിൻ ഗ്ലോ ആവാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന്ന് പെട്ടെന്നേ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതുകൊണ്ട് ഏകദേശം ഒരു 15 മിനിറ്റും കൊണ്ട് ഏകദേശം പെട്ടെന്ന് സെറ്റായി ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ തന്നെ നെയ്യ് സൂക്ഷിക്കണമെന്നില്ല, വെളിയിൽ വെച്ചാലും കേടാവത്തില്ല. ഇനിയിപ്പോൾ ഒരുപാട് നാളത്തേക്ക് 2 കൊല്ലമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ. 2 കൊല്ലമൊന്നും ഇരിക്കത്തില്ല, കാരണം നല്ല മണമാണ്, നല്ല ടേസ്റ്റുമായിട്ടുള്ള നെയ്യാണ്. അപ്പം കുട്ടികൾക്ക് സ്നാക്ക് ഉണ്ടാക്കിയതിൽ ഒഴിച്ചു കൊടുക്കാം, നെയ്ച്ചോറും ബിരിയാണിയിലൊക്കെ എടുക്കാം, പഴം ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എളുപ്പമല്ലേ, നല്ല അടിപൊളി ടേസ്റ്റി നല്ല മണമുള്ള നെയ്യ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ.